ഇപ്പോൾ കിട്ടിയ ഒരു സുപ്രധാന വാർത്തയിലേക്കാണ് കടക്കുന്നത്. വാഴൂർ സോമൻ എം.എൽ.എ അന്തരിച്ചു. പീരുമേട് എം.എൽ.എ ആയിരുന്നു. വിവരങ്ങളുമായി ഷീജയുണ്ട്. ഷീജ, എപ്പോഴായിരുന്നു അന്ത്യം? വിവരങ്ങൾ എങ്ങനെയാണ്? സോമനന്റെ അർജിക്കുന്നത്, അതായത് അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു പരിപാടിക്കായി എത്തിയതായിരുന്നു. പരിപാടിക്ക് തിരുവനന്തപുരത്ത് റവന്യൂ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. വീണതിനെ തുടർന്ന് അദ്ദേഹത്തെ വേഗം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായി. ഹൃദയാഘാതം വീണ്ടും ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇതാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില തീർത്തും വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ആശുപത്രി അധികൃതർ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണം ഇപ്പോൾ ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പീരുമേട് എം.എൽ.എ ആയിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത് റവന്യൂ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഈ ഒരു റവന്യൂ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹം കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കുഴഞ്ഞു വീഴപ്പോഴും അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ ആശുപത്രിയിൽ ഉടൻ തന്നെ എത്തിച്ചിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആരോഗ്യനില തീർത്തും വഷളാകുന്ന ഒരു സാഹചര്യമാണ് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷവും ഉണ്ടായത്. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു തവണ ഹൃദയാഘാതം ഉണ്ടായതിന് പിന്നാലെ വീണ്ടും ഹൃദയാഘാതം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേ തുടർന്ന് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് പോലും മാറ്റാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ മരണം ഔദ്യോഗികമായി ആശുപത്രി വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഷീജ, നമുക്കറിയാം വാഴൂർ സോമൻ എന്ന് പറയുന്നത് ജനപ്രതിനിധി, ഏവർക്കും പ്രിയപ്പെട്ട എം.എൽ.എ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ നിര്യാണം കേരളത്തിന് കനത്ത നഷ്ടം തന്നെയാണ്. ഒരുപക്ഷെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച അദ്ദേഹത്തിന്റെ മരണം അല്പം മുൻപാണ് സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ അല്ലെങ്കിൽ പൊതുദർശനം ഇത് സംബന്ധിച്ച ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ? വിജയനഗരം ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ തീരുമാനമായിട്ടില്ല. അല്പസമയം മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. ആ പരിപാടിക്കിടെ കുഴിഞ്ഞ് വീണാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാകുന്ന ഒരു അവസ്ഥയുണ്ടായത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പോഴേതായാലും മരണം ഔദ്യോഗികമായി ആശുപത്രി വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും മറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ വ്യക്തമായിട്ടില്ല. അദ്ദേഹത്തിന്റെ സംസ്കാരം, അതോടൊപ്പം തന്നെ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. പ്രത്യേകിച്ചും CPI-യുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എപ്പോഴായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാരം, പൊതുദർശനം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഉടൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാകുന്നതായിരിക്കും. ഏതായാലും മുഖ്യമന്ത്രിയും അല്പസമയത്തിനകം തന്നെ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനു ശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാരമാണെങ്കിലും പൊതുദർശനമാണെങ്കിലും അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. വാഴൂർ സോമൻ എം.എൽ.എ അന്തരിച്ചു എന്ന വാർത്തയുടെ വിവരങ്ങളാണ് ഷീജ പങ്കുവയ്ക്കുന്നത്. ഒരു പരിപാടിക്കിടെ അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്.